Dear students, today we are going to discuss the next topic under the chapter capital gains. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഏതൊക്കെ തരത്തിലാണ് ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത്, ഒരു ക്യാപിറ്റൽ അസറ്റ് ഏതൊക്കെയാണ്, ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. So the next topic is exempt transfer as per section 47. നമുക്കറിയാം, ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പം ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. ആ ഗെയിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള അണ്ടറിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ അസസിയും. ഓക്കെ, എന്നാൽ ചില സിറ്റുവേഷനിൽ അവിടെ ഒരു ക്യാപിറ്റൽ അസറ്റിന്റെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അസറ്റിന്റെ ഓണർഷിപ്പിൽ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ പരിധിക്ക് വരുന്നില്ല. സോ അത്തരത്തില് ചില ട്രാൻസാക്ഷൻസ് അവിടെ നടന്നാലും അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ നടന്നാലും അവിടെ ഒരിക്കലും തന്നെ ദാറ്റ് വിൽ നോട്ട് കം അണ്ടർ ദ ഹെഡ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ അത്തരത്തിൽ ട്രാൻസ്ഫർ എന്നുള്ള ഹെഡിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള കൈമാറ്റങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ exempt ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ കൈൻഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ ലിക്വിഡേഷൻ. ഒരു കമ്പനിയുടെ ലിക്വിഡേഷന്റെ സമയത്ത് അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇൻ ദ ഫോം ഓഫ് എ കൈൻഡ്. സോ അത്തരത്തിൽ അവർക്ക് കിട്ടുന്നത് ഒന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രാൻസ്ഫർ അവിടെ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഫോർ ദ ടാക്സ് പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, the second one is distribution of capital asset in kind by a Hindu undivided family to its members at the time of total or partial partition. ഒരു HUF-ന്റെ പാർട്ടീഷൻ സമയത്ത് അത് ടോട്ടൽ ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ അവിടെ പാർട്ടീഷൻ വരുന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിന് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ക്യാപിറ്റൽ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതും ട്രാൻസ്ഫർ എന്നതിന്റെ പരിധിക്ക് വരുന്നില്ല. ഇറ്റ് ഇസ് എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ. The next one is transfer of capital asset under a gift or will or irrevocable trust. അപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വില്ല് പ്രകാരം ഒരു നമുക്കറിയാം, വില്ല് എന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടി ലീഗൽ ആയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു വിൽ പ്രകാരം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇർവോക്കബിൾ ട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ആസ് പെർ സെക്ഷൻ 47. Next one is transfer of a capital asset by a company to its wholly owned Indian subsidiary company. അപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഹോളി ഓൺഡ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി. ആ ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ടാക്സ് അണ്ടർ ദ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് by wholly owned subsidiary company to its Indian holding company. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സബ്സിഡിയറി കമ്പനി അതിന്റെ ഹോൾഡിംഗ് കമ്പനിക്ക്, ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ ഹോൾഡിംഗ് കമ്പനിക്ക്. അതോടെ പ്രത്യേകം ശ്രദ്ധിക്കണം. 4th പോയിന്റിൽ നമ്മൾ പറയുന്നത് ഹോളി ഓൺഡ് ബൈ ആൻ ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി ആയിട്ട്, ഇവിടെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സബ്സിഡിയറി കമ്പനി അതിന്റെ ഇന്ത്യൻ കമ്പനിക്ക്, ഹോൾഡിംഗ് കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് കം അണ്ടർ ദ പർവ്യൂ ഓഫ് എ ട്രാൻസ്ഫർ. Okay, then any transfer in the scheme of amalgamation of a capital asset by an amalgamating company to the amalgamated company if the transferring company is an Indian company. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ഫറിംഗ് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അമാൽഗമേഷന്റെ സമയത്ത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ ഓർ ഇറ്റ് ഈസ് എക്സംപ്റ്റ് ട്രാൻസ്ഫർ. ഓക്കെ, the next one is any transfer of shares in an Indian company held by a foreign company to another foreign company in pursuance of a scheme of amalgamation between two foreign companies. ഇപ്പൊ 2 ഫോറിൻ കമ്പനികൾ തമ്മിലുള്ള അമാൽഗമേഷന്റെ സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി അമാൽഗമേറ്റിംഗ് കമ്പനി കണ്ടിന്യൂസ് ടു റിമൈൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി. അവിടെ അമാൽഗമേഷന്റെ സമയത്ത് എന്താണ് അവിടെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2 ഫോറിൻ കമ്പനീസ് അമാൽഗമേറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഫോറിൻ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കമ്പനി മറ്റേ കമ്പനിക്ക് ഷെയർ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അവിടെ വേറൊരു കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, 25% ഷെയർ ഹോൾഡേഴ്സ് അവിടെ റിമൈൻ ചെയ്യണം
അമാൽഗമേറ്റിംഗ് കമ്പനിയിലെ 25% ഷെയർ ഹോൾഡേഴ്സും അമാൽഗമേറ്റഡ് കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ഒരിക്കലും ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇറ്റ് ഇസ് എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ. അപ്പം നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അമാൽഗമേറ്റഡ് കമ്പനി ഏത് രാജ്യത്താണോ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കുന്നില്ല. രണ്ട് ഫോറിൻ കമ്പനികളുടെ അമാൽഗമേഷന്റെ സമയത്ത് ആ ഒരു ഫോറിൻ കമ്പനി, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ബി എന്ന് പറയുന്ന ഫോറിൻ കമ്പനിക്ക് കൈമാറ്റം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും കൂടെ അമാൽഗമേറ്റ് ചെയ്യണം. അപ്പം എയുടെ 25% ഷെയർ ഹോൾഡേഴ്സ് ബി എന്ന അവിടെ തന്നെ ആ അമാൽഗമേഷൻ സമയത്ത് ബി എന്ന കമ്പനിയിൽ രണ്ടും കൂടെ ഒരു കമ്പനി ആവുമല്ലേ. അപ്പൊ അവിടെ റിക്കമെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു കൈമാറ്റത്തെ നമ്മൾ ഒരിക്കലും ഒരു ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഇറ്റ് ഇസ് എക്സംപ്റ്റഡ്. The next, any transfer made by a non-resident of such a foreign currency convertible bond or shares as may be prescribed by the central government to another non-resident. Where the transfer is made outside India. അപ്പോൾ ഇന്ത്യക്ക് പുറത്താണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? ഒരു നോൺ റെസിഡന്റ് ഫോറിൻ കറൻസി അല്ലെങ്കിൽ കൺവേർട്ടബിൾ ബോണ്ട്സ് ഓർ ഷെയർസ്, സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബോണ്ട് അല്ലെങ്കിൽ ഷെയർസ്, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് ആൻഡ് ഷെയർസ് ആണ്. അപ്പോൾ അതിന് നോൺ പ്രസിഡന്റ് മറ്റൊരു നോൺ പ്രസിഡന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് or it is an exempted transfer. Then അടുത്തത് any transfer by way of conversion of a bond or debenture or deposit in any form of a company into shares or debentures of that company. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചറോ അല്ലെങ്കിൽ ബോണ്ടിനെ എന്ത് ചെയ്യാണ്? മറ്റൊരു ഫോമിലേക്ക് മാറ്റാണ്, ഷെയർസ് ആയിട്ട് മാറ്റാണ് അല്ലെങ്കിൽ ഡിബഞ്ചർ. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചറിനെ ആ കമ്പനിയുടെ തന്നെ ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയും ഒരിക്കലും ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. ഇറ്റ് ഇസ് എക്സംപ്റ്റഡ്. ദെൻ അടുത്തെന്ന് പറയുന്നത് എനി ട്രാൻസ്ഫർ of a capital asset in which the worth of an art or archaeological or scientific or artistic importance to the government or to university or to the national art gallery or any other such a public museum, art gallery as may be notified by the central government. അപ്പം ഇത്തരത്തിലുള്ള നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഈ രീതിയിലുള്ള അസറ്റുകളാണ്. ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, സയന്റിഫിക് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം അത് നമ്മളൊരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ ആർട്ട് ഗാലറിയിലേക്കോ ഒക്കെ തന്നെ മ്യൂസിയത്തിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ആ മ്യൂസിയവും ആ ഗാലറി അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരിടത്തേക്ക് നമ്മളത് കൈമാറ്റം ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. എക്സാമ്പിൾ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഓഫ് ആർട്ട്, അങ്ങോട്ടേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആർട്ട് വർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, അതൊരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതിലൂടെ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് പെർ സെക്ഷൻ 47 പ്രകാരം. ഓക്കെ. The next, any transfer made on or before 31/12/1998 അല്ലെ 98 മുമ്പോ നടന്നിട്ടുള്ള ട്രാൻസ്ഫർ, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈസ് എ മെമ്പർ ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു എ കമ്പനി, stock exchange to a company of his membership rights in the stock exchange to the company incorporated for this purpose. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു മെമ്പർ എന്ത് ചെയ്യണം? ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എങ്ങോട്ടേക്ക് ടു എ കമ്പനി ഓഫീസ് മെമ്പർഷിപ്പ് റൈറ്റ്സ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ഏത് കമ്പനി ഈ ഒരു പർപ്പസിന് വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം? അയാൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ അതും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല, ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ശേഷം വരുന്നത്. The next വരുന്നതാണ് any transfer of a land by a Sikh industrial company under the scheme prepared by the BIFR. Then where such a Sikh industrial company is being managed by its workers cooperative provided such a transfer is made during the period of sickness. അല്ലെ, ആ സിക്നസിന്റെ സമയത്ത് ആ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി അവര് ഒരു സ്കീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ബിഫർ. അപ്പൊ അത് പ്രകാരം അവിടെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കുന്നില്ല. ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആണ് കേട്ടോ, അവിടെ ശ്രദ്ധിക്കുക, ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ. അപ്പൊ ആ സ്കീം എന്ന് പറയുന്നത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ അത് പ്രകാരം അവിടെ ഒരു സ്കീം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്കീം പ്രകാരമുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ ആസ് പെർ സെക്ഷൻ 47. Next, conversion of a sole proprietorship concern or a partnership to a company. അപ്പോൾ അവിടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് അവിടെ ഒരു കമ്പനിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു കമ്പനിയായി അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു കമ്പനിയായി, അത്തരത്തിലുള്ള ഒരു കൺവേർഷനും. അപ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് സക്സീഡഡ് ബൈ എ കമ്പനി ഇൻ ദ കോഴ്സ് ഓഫ് വിച്ച് എനി ക്യാപിറ്റൽ അസറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ കമ്പനി ഫ്രം ദ ഫേം സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്.
അപ്പം പാർട്ട്ണർഷിപ്പ് ഫേം ഒരു കമ്പനി ആവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ട്രാൻസ്ഫർ ഒക്കെ ഇങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യാം അല്ലേ, നോർമലി ചെയ്യുന്നതാണ്. അതുപോലെ ഒരു സോൾ പ്രൊപ്പറേറ്റർ, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് വൈഡ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ആരാണോ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം അവരെയും കൂടെ കൂട്ടിയിട്ട് ഞാനതൊരു കമ്പനി ആക്കിയിട്ട് പോവാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പനി ആക്കി. അപ്പൊ ആ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ നമ്മളിവിടെ സെക്ഷൻ 47 പ്രകാരം എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഡീമേർജറിന്റെ സമയത്ത് വരുന്നതാണ്. ഒരു 2-3 പോയിന്റ് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, വേർ ദർ ഇസ് എ ഡീമേർജർ, അവിടെ ഒരു ഡീമേർജർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എനി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ എ ഡീമേർജ്ഡ് കമ്പനി ടു ദ റിസൾട്ടിംഗ് കമ്പനി വിൽ നോട്ട് ലീഡ് ടു എനി ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, മുമ്പ് പറഞ്ഞൊരു സിറ്റുവേഷനിലും അമാൽഗമേഷന്റെ സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഒരു പോയിന്റും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഡീമർജറിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ട്രാൻസ്ഫർ നടത്തുകയാണ്, ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ റിസൾട്ടിംഗ് കമ്പനിക്ക് അത് എന്തില്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരില്ല അതുമൂലം. ദാറ്റ് മീൻസ് റിസൾട്ടിംഗ് കമ്പനി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡീമേർജറിൽ തന്നെ പറയുന്ന ഒരു ട്രാൻസ്ഫർ ആണ്. അവിടെ പറയുന്നത് ഷെയർസ് ആണ്, ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ ഡീമേർജ്ഡ് ഫോറിൻ കമ്പനി റിസൾട്ടിംഗ് ഫോറിൻ കമ്പനിക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെയും സർട്ടൻ സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ അവിടെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ടല്ല, ചില കണ്ടീഷൻസിന് ബാധകമായിക്കൊണ്ട് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ ട്രാൻസ്ഫറിന്. ഓക്കെ, ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനി ട്രാൻസ്ഫർ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ റിസൾട്ടിംഗ് കമ്പനി ഇൻ ദ സ്കീം ഓഫ് ഡീമേർജർ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഡീമേർജ്ഡ് കമ്പനി. അപ്പം ഇവിടെ കൈമാറ്റം ചെയ്യുന്നത് ഷെയർ ആണ്. അപ്പം റിസൾട്ടിംഗ് കമ്പനി ആ ഡീമേർജറിന്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് വരില്ല, അതും ക്യാപിറ്റൽ ഗെയിനിന് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് വെൻ എ പ്രൈവറ്റ് കമ്പനി ഓർ ആൻ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഈസ് കൺവേർട്ടഡ് ഇൻ എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. നമുക്കറിയാം LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്, അപ്പം LLPക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് അവരുടെ ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒക്കെ തന്നെ. അപ്പൊ അതും തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണത്. ഓക്കെ, അവിടെയും ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കില്ല. The next പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബീങ് എ ഗവൺമെന്റ് സെക്യൂരിറ്റി മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ത്രൂ ആൻ ഇന്റർമീഡിയറി ബൈ എ നോൺ റെസിഡന്റ് ടു അനദർ നോൺ റെസിഡന്റ്. ഇപ്പോൾ ഒരു നോൺ റെസിഡന്റ് ചെയ്യാണ്, വേറൊരു നോൺ റെസിഡന്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്താണ്, ക്യാപിറ്റൽ അസറ്റ്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്, അതൊരു ഗവൺമെന്റ് സെക്യൂരിറ്റി പോലെ. ഓക്കെ, ഇന്ത്യക്ക് പുറത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. ദ നെക്സ്റ്റ് ഇവിടെയും ക്യാപിറ്റൽ അസറ്റ് തന്നെ ഓഫ് എ ഷെയർ ഓഫ് എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു എ ബിസിനസ് ട്രസ്റ്റ്. ഒരു ബിസിനസ് ട്രസ്റ്റിനാണ് അവിടെ കൈമാറ്റം ചെയ്യുന്നത് എങ്കിൽ അതും ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. ഓക്കെ, ദെൻ അടുത്ത ഒരു 3 പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ് ബൈ എ യൂണിറ്റ് ഹോൾഡേഴ്സ് ഇൻ കൺസോളിഡേഷൻ സ്കീം ഓഫ് എ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ കൺസോളിഡേഷൻ സ്കീമിൽ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് എന്ത് ചെയ്യാണ്, യൂണിറ്റ് ഹോൾഡേഴ്സ് കൈമാറ്റം ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഞാനത് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ, ഇൻ ടേംസ് ഓഫ് കൺസോൾട്ടേഷൻ സ്കീം ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ, ഇറ്റ് ഇസ് ആൻ എക്സംപ്റ്റഡ് ട്രാൻസ്ഫർ. Then capital asset, transfer of capital asset by a demerged company to the resulting company in the scheme of a demerger. It would not be treated as a transfer if the resulting company is an Indian company. ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അത്. വിത്ത് ഇഫക്ട് ഫ്രം അസസ്മെന്റ് ഇയർ 2016-17 ഓൺവേർഡ്സ് ആണ് പറയുന്നത്. Okay, then any transfer by way of conversion of preference shares into its equity shares. ഇതും അസസ്മെന്റ് ഇയർ 2018-19 ഓൺവേർഡ്സ് ആണ്. പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. അപ്പൊ ഈ 22 പോയിന്റുകളിലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് എന്താണ്, ഇതെല്ലാം അവിടെ എല്ലാം ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഒരു ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എന്ത് പർപ്പസിനാണ്, അതും കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എല്ലാം തന്നെ എക്സംപ്റ്റ് ചെയ്ത ട്രാൻസ്ഫറുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ചില കേസിൽ അവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. ഓക്കെ, താങ്ക് യു.